ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ നവീൻ അറ്റൻഡൻസ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ പാർട്ട് 2 കമ്പനി ട്രിപ്പ്. അറ്റൻഡൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പാട്ടും ഡാൻസുമായി നല്ല പവർ ആയിട്ടാണ് ഞങ്ങൾ പോയത്. വയനാട് ചുരം കയറിയപ്പോഴാണ് സോങ് ഒന്ന് നിർത്തിയത്. ഈ ക്ഷീണിച്ചുള്ള ഇരിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ എത്രമാത്രം ഞങ്ങൾ ആ ബസ് ഇളക്കി മറിച്ചെന്ന്. അങ്ങനെ ഫൈനലി വയനാട് എത്തി. റിസോർട്ടിലേക്ക് പോകാൻ ജീപ്പ് വേണമായിരുന്നു. അങ്ങനെ ജീപ്പിൽ കയറിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. 2 ദിവസം കഴിഞ്ഞാൽ ഈ ജീപ്പിൽ പോകുന്നതിന്റെ എഫക്റ്റും എന്തായാലും ബോഡി വരുമെന്ന്. റിസോർട്ട് പ്രതീക്ഷിച്ചേക്കാളും ബെറ്റർ ആയിരുന്നു. റിസോർട്ടിൽ കയറിയപ്പോൾ തന്നെ ചെറിയൊരു ഡൗട്ട്, ഇവരെങ്ങനെയാണ് ഈ റിസോർട്ട് മലയുടെ മണ്ണിൽ സെറ്റ് ആക്കിയത്. വന്നതിന്റെ ക്ഷീണം കാരണം ഞങ്ങളെല്ലാം ഉയർന്നിരുന്നു. പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ഇനി എന്തായാലും കഴിച്ചിട്ടേ ഉള്ളതായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വിലാഷ് കടവാക്കാം ഒരു ചെറിയൊരു മധുര സമ്മാനം. സത്യം പറഞ്ഞാൽ അത് 8ന്റെ പണിയായിരുന്നു. കഴിച്ച സാധനം ഇറക്കാനും പറ്റുന്നില്ല, എന്നാൽ കളയാനും പറ്റുന്നില്ല. ചെറിയൊരു കയ്പ്. പണി വരുന്നത് നേരത്തെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഫാസ്റ്റിൽ ഒരടി മാറി ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ റൂമിലോട്ട്. റൂമാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. റൂമിൽ നിന്ന് പുറത്തോട്ട് വ്യൂ നല്ല പൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ പത്തനംതിട്ടയുടെ അത്രയൊന്നും വരില്ല കേട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ട്രക്കിങ്ങിന് പോകാൻ. ഞാൻ വന്നപ്പോഴേക്കും അവിടെ കുറേ പേര് വടിയുമായിട്ട് നിൽക്കുകയാണ്. നവീനാണെങ്കിൽ വടിയും കൊണ്ട് ഒരു അഭ്യാസവും, സുജിനാണെങ്കിൽ ആ വടി കൊള്ളാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നു. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്ന് വിചാരിച്ച് പോയതാണ്. ഇനി എങ്ങാണ്ട് വല്ലം പുലി വല്ലം വന്നാൽ എന്നെ മാത്രമല്ല കൂടെയുള്ളവന്മാരെ കൂടെ കൊണ്ടുപോകുന്ന മൈൻഡ് സെറ്റിലാണ് ഈ ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ അവിടെ നേരെ തിരിച്ച് റിസോർട്ടിലോട്ട്. എൻ്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇതിൽ വലിഞ്ഞു കയറണമെന്ന്. അങ്ങനെ ആ ചെറിയൊരു ആഗ്രഹം നടന്നു. നന്ദു ആണെങ്കിൽ അറിയില്ലെങ്കിൽ അറിയാമെന്ന രീതിയിൽ നല്ല കോൺഫിഡൻസോടെ കളിക്കും. ലാസ്റ്റ് ചീറ്റി പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ 2 പേർക്കും കളി അറിയില്ലായിരുന്നു. ലാസ്റ്റ് ഷിഫാദ് വന്നപ്പോഴാണ് കളിയുടെ ഗതി തന്നെ മാറിയത്. നമുക്കിതൊക്കെ കാണാനല്ലേ അറിയൂ, കളിക്കാൻ അറിയില്ലല്ലോ. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ക്യാമ്പ് ഫയർ സെറ്റായി. രാവിലെ ബസ്സിൽ വെച്ച് ഉപേക്ഷിച്ച എനർജിയുടെ 10 മടങ്ങായിട്ടാണ് ഞങ്ങൾ ക്യാമ്പ് ഫയറിൽ തിമിർത്താടിയത്. ബസ്സിലോട്ട് ഡിന്നർ കഴിച്ചു കഴിഞ്ഞൊരു ചെറിയൊരു മീറ്റിംഗ്. രാവിലെ സുജിനെ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ ദിവസം സ്റ്റാർട്ടായത്. ഇന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് വയനാട്. എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഫുഡ് ഒരു രക്ഷയുമില്ല കേട്ടോ. അത്രമാത്രം നല്ലതായിരുന്നു. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. സിംഗിൾ ആയാലും ഗ്രൂപ്പ് ആയാലും അതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ ഈ വീഡിയോ എടുത്തത്. ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല ദിവസങ്ങൾ ഒറ്റവട്ടമേ നമുക്ക് കിട്ടൂ. അതങ്ങ് ആഘോഷിച്ച് തീർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനൊരു ട്രിപ്പ് ഞങ്ങൾക്ക് തന്നതിന് ഒരു ബിഗ് താങ്ക്സ് തന്നെയുണ്ട് ഞങ്ങളുടെ ചെയർമാന്. ദിസ് ഇസ് മോയിൻ ബിജു സൈൻ ഓഫ്.